മുഅല്ലിമ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ജനുവരി 2 വ്യാഴാഴ്ച റജബ് 1. ഈ ദിവസത്തിൻ്റെ സാഅത്തുകളെ കുറിച്ചാണ് ഇന്ന് പറയുന്നത്. 6:46 മുതൽ 7:43 വരെയുള്ള സമയമാണ് ആദ്യ സാഅത്ത്. അത് മുഷ്തരിയുടെ സാഅത്താണ്. ഈ സമയത്ത് ആഹാരം തേടുന്ന ജോലിക്ക് ഇറങ്ങൽ ഏറ്റവും ഉത്തമമുള്ള സമയമാണ്. അതിനു പുറമെ മുഷ്തരി ഒരു എക്സലൻ്റായ നല്ലൊരു സമയമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. 7:43 മുതൽ 8:40 വരെ മിരീഹിൻ്റെ സമയമാണ്. മിരീഹ് അപകടകരമായ സമയമാണ് എങ്കിലും ജനന സംബന്ധമായ കാര്യങ്ങൾക്ക് ഉത്തമമാണ്. ഈ സമയത്ത് പിറന്ന കുട്ടി യോഗ്യനായി മാറും എന്നും കിതാബുകളിൽ കാണുന്നു. 8:40 മുതൽ 9:37 വരെ ഷംസിൻ്റെ സാഅത്താണ്. താരതമ്യേന അത്ര നല്ല സമയമല്ലെങ്കിലും മോശപ്പെട്ട സമയമായിട്ടും അതിനെ കണക്കാക്കാൻ പറ്റില്ല. പക്ഷേ ഈ സമയത്ത് യാത്ര പുറപ്പെടുവരുത് എന്നാണ് നിർദ്ദേശിക്കപ്പെടുന്നത്. പുറപ്പെട്ടാൽ ആപത്ത് ചിലപ്പോൾ സംഭവിക്കാമെന്നും കാണുന്നു. അത് കഴിഞ്ഞാൽ 9:37 മുതൽ 10:35 വരെ സുഹറത്തിൻ്റെ സമയമാണ്. സുഹറത്തിൻ്റെ സമയം വളരെ നല്ല സമയമാണ്. അതിനു പുറമെ വിവാഹ കാര്യങ്ങൾക്ക് പ്രത്യേകിച്ച് ഈ സമയം വളരെ നല്ലതാണ്. അതുകഴിഞ്ഞാൽ 10:35 മുതൽ 11:32 വരെ അത്വാരിദിൻ്റെ സമയമാണ്. അത്വാരിദിൻ്റെ സമയം ഇന്നും വളരെ മോശപ്പെട്ട സമയമായിട്ടാണ് കാണുന്നത്. അതുകഴിഞ്ഞാൽ 11:32 മുതൽ 12:29 വരെ ഖമറിൻ്റെ സാഅത്താണ്. ഖമറിൻ്റെ സാഅത്തിൽ യാത്രയ്ക്ക് ഇറങ്ങാനും യാത്ര സംബന്ധമായ കാര്യങ്ങൾക്കും ഉത്തമമാണ്. മറ്റു കാര്യങ്ങൾക്ക് അത്ര അഭികാമ്യമല്ല. അതുകഴിഞ്ഞാൽ 12:29 മുതൽ 1:27 വരെ സുഹലിൻ്റെ സമയമാണ്. സുഹൽ വളരെ മോശപ്പെട്ട സമയമായിട്ടാണ് നമ്മൾ കണക്കാക്കുന്നത് ഇന്നത്തെ ദിവസം. അതുകഴിഞ്ഞാൽ 1:27 മുതൽ 2:24 വരെ മുഷ്തരിയുടെ സമയം നല്ല സമയമാണ്. വളരെ നല്ല സമയമായിട്ടാണ്. എന്ത് കാര്യം നമ്മൾ ചെയ്താലും ഫലം ലഭിക്കുന്നതാണ്. പക്ഷേ ആ സമയത്ത് ആരോടും സംസാരിക്കാൻ പറ്റുന്ന സമയമല്ല. സംസാരിച്ചാൽ സംസാരത്തിൽ വല്ല ഇഷ്ടക്കേടും വന്ന് സംസാരത്തിൻ്റെ പേരിൽ ചിലപ്പോൾ വിഷമിക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് മറ്റുള്ളവരുമായി സംസാരിക്കാൻ ഈ സമയം തിരഞ്ഞെടുക്കരുത്. അതുകഴിഞ്ഞാൽ 2:24 മുതൽ 3:21 വരെ വീണ്ടും മിരീഹിൻ്റെ സമയമാണ്. അത് വളരെ പ്രയാസകരമായ സമയമായിട്ടാണ് ഗണിക്കപ്പെടുന്നത്. അതുകഴിഞ്ഞാൽ 3:21 മുതൽ 4:18 വരെ ഷംസിൻ്റെ സാഅത്താണ്. ഷംസിൻ്റെ സാഅത്തിൽ സ്ത്രീ സംബന്ധമായ കാര്യങ്ങൾക്ക് ഉത്തമം ആണ്. മറ്റു കാര്യങ്ങൾക്ക് അത്ര നല്ലതല്ല എങ്കിലും കുഴപ്പം കാണുന്നില്ല. 4:18 മുതൽ 5:16 വരെ സുഹ്റയുടെ സാഅത്താണ്. നല്ല സാഅത്തായിട്ടാണ് കാണുന്നത്. എല്ലാ കാര്യങ്ങൾക്കും പ്രത്യേകിച്ച് ഈ സമയത്ത് അധികാരികളെ കാണാനും അവരിൽ നിന്ന് കാര്യങ്ങൾ നേടിയെടുക്കാനുമെല്ലാം പുറപ്പെട്ടാൽ അത് ഫലം ചെയ്യും എന്നാണ് പറയുന്നത്. അതിനുശേഷം 5:16 മുതൽ 6:13 വരെ അത്വാരിദിൻ്റെ സമയമാണ്. അത്വാരിദിൻ്റെ സമയത്ത് ജനങ്ങളുമായി എതിർപ്പുണ്ടാകുന്ന, അതായത് ജനങ്ങളുമായി സംസാരിച്ച് അവരെ പരാജയപ്പെടുത്താൻ പറ്റുന്ന സമയമാണ്. മറ്റു കാര്യങ്ങൾക്കൊന്നും അഭികാമ്യമല്ല. ഇങ്ങനെയാണ് കിതാബുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇതുപോലുള്ള നല്ല അറിവുകൾ, അതോടൊപ്പം നിങ്ങൾക്ക് ഓരോ ദിവസത്തെക്കുറിച്ച് അറിയാനും സമയങ്ങളെക്കുറിച്ച് അറിയാനും എല്ലാം താല്പര്യമുള്ളവർ ഉണ്ടാകും. എല്ലാ ദിവസവും നല്ല സമയം നോക്കി നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചാൽ വലിയ വിജയം ജീവിതത്തിൽ ഉണ്ടാകും. അതിനു പുറമെ ഇൻഷാ അല്ലാഹ് ഇനി അങ്ങോട്ടുള്ള എപ്പിസോഡിൽ അള്ളാഹുവിൻ്റെ ഇസ്മുകൾ, അള്ളാഹുവിൻ്റെ ഓരോരോ ഇസ്മുകൾക്കും ഓരോരോ പ്രത്യേകതകളുണ്ട്. ഓരോരോ കാര്യങ്ങൾ നേടിയെടുക്കാൻ അള്ളാഹുവിൻ്റെ ഇസ്മ മതിയാകും. അതുകൊണ്ട് ആ ഇസ്മുകളെക്കുറിച്ച് വിശാലമായി പറയണമെന്ന് ആഗ്രഹമുണ്ട്. എല്ലാവരും ഈ ചാനലിൽ സഹകരിച്ച് സബ്സ്ക്രൈബ് ചെയ്ത് ഇത് വിജയിപ്പിച്ചാൽ ഇൻഷാ അല്ലാഹ് വളരെ നല്ല അറിവുകൾ നമുക്ക് കരസ്ഥമാക്കാൻ കഴിയും. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അവസാനിപ്പിക്കുന്നു.